രണ്ട് തവണയായി സമാനമായ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. കൊടുക്കേണ്ട പെൻഷൻ വെട്ടിപ്പ് നടത്തി, തിരുമറി നടത്തി ഏകദേശം 6 മാസ കാലയളവ് ഒളിവിലായിരുന്നു. അത് കോൺഗ്രസിൻ്റെ പ്രതീതിയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതിയിലെ ലീഗിൻ്റെ പ്രതീതി അതിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പറയുന്നത് CSR ഫണ്ട് എന്നുള്ള കോർപ്പറേറ്റിൻ്റെ സോഷ്യൽ ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയുന്നതിന്, അതായത് സാമൂഹിക സുരക്ഷിതത്വം, കമ്പനികൾക്ക് വേണ്ടിയുള്ള ഫണ്ട്, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 5 കോടി അറ്റാദായമോ 500 കോടിയിലോ 1000 കോടിയിലോ ടേൺ ഓവറോ ഉള്ള കമ്പനികൾ 2% നീക്കിയിരിപ്പ് വെച്ചുകൊണ്ട് ആ 2% സാമൂഹിക സുരക്ഷിതത്വത്തിന് വിദ്യാഭ്യാസ മേഖലയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്കോ വിനിയോഗിക്കണമെന്നാണ്. ഇത് രണ്ടും വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഫണ്ട് അതാത് ഗവൺമെൻറ്റുകളുടെ ചെലവിലെ കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് കമ്പനി നിയമം. ഇത് കൊടുക്കുന്നത് CSR ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിഗത ആനുകൂല്യം മേടിക്കുക എന്നുള്ളതിന് തന്നെ തട്ടിപ്പാണ്. ആ തട്ടിപ്പിനെ തിരിച്ചറിയാൻ ചില ആളുകൾക്ക് കഴിയാതെ പോയി. അതാണ് ഉണ്ടായത്. ആദ്യം കുറച്ച് വളവും കുറച്ച് തയ്യൽ മെഷീനൊക്കെ കൊടുത്തു. ഈ വളവും തയ്യൽ മെഷീനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വാസം ആർജിച്ചു. അപ്പം അടുത്ത ഘട്ടത്തിൽ കുറച്ച് വാഹനം കൂടി കൊടുക്കാന്ന് വെച്ചു. കുറച്ച് വാഹനം കൂടി കൊടുത്തു. അതിനടുത്ത ഘട്ടം പിന്നെ ഓർഡർ എടുക്കലായി. സാധനം കൊടുക്കൽ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഓർഡർ വേണം. 1,20,000 രൂപ വരുന്ന ബൈക്കിന് 60,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ 60,000 രൂപ CSR ഫണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ യമഹ കമ്പനി മറ്റ് ഹീറോ കമ്പനികളൊക്കെ ആയിട്ട് ഡീലർമാരായിട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോട്ടും നിരവധി ചർച്ചകൾ ഈ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തി. ഞങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് തരണം, ഞങ്ങൾ ഈ കൊടുക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാണ്, അതുകൊണ്ട് വില കുറച്ച് തരണം. യമഹ കമ്പനി തയ്യാറായില്ല. വില കുറച്ച് തരാൻ കഴിയില്ല, നിങ്ങൾ 100 എണ്ണം അല്ല 1000 എണ്ണം എടുത്താലും കമ്പനിയുടെ നോംസ് പ്രകാരം ഞങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് തരാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് സുസ്കിയിലേക്ക് പോയത്. സുസ്കിയിലേക്ക് പോയിട്ടാണ് 1,20,000-ന് 1 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചുകൊണ്ടാണ് 1,20,000 എന്ന് പറയുന്ന പുറത്ത് എമൗണ്ട് പറയുന്നത്. 60,000 ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി, ബാക്കി 40,000 വേണ്ടുള്ളൂ. ഇതാണ് തട്ടിപ്പിന്റെ 1ാം നമ്പർ. പിന്നെയോ സർവീസ് ഇനത്തിൽ മേടിക്കുന്ന 5,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നു. അതുകൂടാതെയാണ് രസം. ഇവര് പറഞ്ഞത് നിങ്ങൾ ഓൺലൈനിൽ, അതായത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട, ഇന്നല്ല കുറച്ച് ദിവസം ആയി അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിലുള്ള അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക്, NGOന്റെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ 60,000 രൂപ അടയ്ക്കൂ, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹരിയാലിയുടെയും 16 ഓഫ് മാറഞ്ചേരി എന്ന് പറയുന്ന ഈ 2 ട്രസ്റ്റിന്റെയും കീഴിൽ എന്തിനാ ലക്ഷക്കണക്കിന് രൂപ 3-ാം തീയതി തിങ്കളാഴ്ച 30 ലക്ഷം രൂപ പിൻവലിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ പറയുന്നു ഞങ്ങൾ NGOനെ കൊടുത്തിട്ടുള്ളതെന്ന്. ഈ പാവപ്പെട്ടവന്റെ പൈസ മുഴുവനും ഈ 2 ട്രസ്റ്റിന്റെയും കീഴിലെ അക്കൗണ്ടിലേക്ക് എങ്ങനെ വന്നു? നമ്മുടെ വാർഡ് മെമ്പർ ഇടയ്ക്ക് പറയാറുണ്ട് എല്ലാം സുതാര്യമാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വന്നു പരിശോധിക്കാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? ഹരിയാലിയുടെയും 16 ഓഫ് മാറഞ്ചേരിയുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ മുൻപത്തെ പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് ഹരിയാലി ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ട്രസ്റ്റാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇടപാട് നടത്തിയതിനു ശേഷമുള്ളത് ഞങ്ങൾ പറയുന്നുള്ളൂ. അത് നിങ്ങൾ പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ പിന്നെ അധികം പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തതെന്താ? പിന്നീടുണ്ട് രസകരമായ വസ്തുത ഇനിയുണ്ട്. ഈ അടുത്തൊരു ട്രസ്റ്റും കൂടി ഇവർ രൂപീകരിതമായിരിക്കുന്നത് ജൈത്ര. നമുക്ക് കേൾക്കുമ്പോ എന്തിനാ ഇത്രമാത്രം ട്രസ്റ്റ്?
ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ട് ഇതിന്റെ പ്രവർത്തകർ. ഏതിന്റെ പ്രവർത്തകര്? മാതൃകാപരമായി മാറഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കരുണ പോലത്തെ ട്രസ്റ്റിന്റെ വളരെ നല്ല രീതിയിൽ പാലിയേറ്റീവ് രംഗം തരണം ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരവധിയായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാ, അതും ട്രസ്റ്റ് തന്നെയാണ്. കൂനിന്മേൽ കുളച്ച പോലെ ഇന്നലെ മുളച്ച ഈ ട്രസ്റ്റിന്റെ അഴിമതി ആരോപണം. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ട്രസ്റ്റ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളയാണ് അല്ലേ? അനന്തകൃഷ്ണൻ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്തപ്പോ വിട്ട വോയിസ് എന്താ? എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കല്ലേ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റിമാൻഡിലും ജയിലിലുമാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസക്ക് കണ്ടെത്താൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കരുത്. ഞാൻ പുറത്തു വന്നെങ്കിലേ നിങ്ങളുടെ പണവും സാധനങ്ങളും എനിക്ക് തരാൻ കഴിയുന്നു. അതേ വർത്തമാനമല്ലേ 3-ാം തീയതി കഴിഞ്ഞു 4-ാം തീയതി നമ്മുടെ വാർഡ് മെമ്പർ പത്രമീറ്റ് വിളിച്ചു കണ്ട് പറഞ്ഞത്? നിങ്ങൾ ആരും പരാതി കൊടുക്കല്ലേ, 4 കോടിയോളം വരുന്ന രൂപ ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരും. എങ്ങനെ മേടിച്ചു തരും? കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ഇവരുമായിട്ട് നിയമപരമായി യുദ്ധം ചെയ്ത് മേടിച്ചു തരും. ഞാൻ സ്വകാര്യമായി വെച്ച പൈസ നിങ്ങൾക്ക് തരൂല്ല തന്നെ. അതിന്റെ അർത്ഥം എന്താ? കിട്ടാൻ പോകുന്നതല്ല എന്നുള്ളതല്ലേ? ഇത്രമാത്രം മോശപ്പെട്ട പ്രവർത്തനം പറയുന്ന, ഈ തെറ്റുകളെല്ലാം ചെയ്ത് ഇത്രമാത്രം മോശപ്പെട്ട പ്രവർത്തനം പറയുന്നവര് ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ പിന്നെ ആരാണ്ടാവുക? അടുത്തതോ പ്രതിഷേധ പ്രകടനം നടക്കലും പ്രതിരോധിക്കലൊക്കെ സാധാരണയല്ലേ? യുവജന സംഘടനയായ DYFI പോസ്റ്റർ പ്രചരണം നടത്തി. മാനി അദ്ദേഹം ചെയ്തതെന്താ? ഇരുട്ടിന്റെ മറവിൽ ബൈക്കായിട്ട് വന്ന് ആ പോസ്റ്റർ കീറുന്നതല്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടത്? CCTV വന്നതല്ലേ? ഞങ്ങൾ കളവ് പറയുന്നതല്ലല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളെ ആകെ ഇരുത്തിക്കളയാമെന്ന് വല്ല ധാരണയുണ്ടോ ലീഗുകാർക്കോ UDFകാർക്കോ? ഓരോ ബോർഡ് വരുമ്പോഴും ഓരോരുത്തരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പൈസ പിടുങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടായതാണോ വാർഡ് മെമ്പർമാർ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അതാ, കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ലീഗ് അറിഞ്ഞ പ്രസ്ഥാനം ഇതിനെ പറ്റിയിട്ട് കമാന്നൊരക്ഷരം ഈ നിമിഷം വരെ മുണ്ടിയിട്ടില്ലല്ലോ. അതോ നിങ്ങൾക്കും ഇതിന്റെ പങ്കുണ്ടോ? ലീഗാണ് പറയേണ്ടത്, UDF ആണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇത് കാഞ്ഞിരമുക്ക് മാറഞ്ചേരി മേഖലയിലെ മാറഞ്ചേരിയിലെ മാത്രമായിട്ടൊരു വാഴക്കാടുണ്ട്. എന്താ വാഴക്കാട്? ഇവിടുത്തെ UDFന്റെ മെമ്പർമാർ വാഴക്കാടുള്ള ട്രസ്റ്റിന് ഇവിടുന്ന് വേണ്ടി പണം സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ആ പരാതി വന്നപ്പോ പരാതി കൊടുക്കല്ലേ, ഞങ്ങൾ ഏർപ്പാട് ചെയ്തു തരാന്നാ പറയുന്നത്. കോടിക്കണക്കിന് രൂപ ഏർപ്പാട് ചെയ്തു കൊടുത്ത് ഈ പാവപ്പെട്ടവരെ പറ്റിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? എത്ര ആളുകൾ ബാങ്കിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് 60,000 നിങ്ങൾക്ക് വണ്ടിക്ക് തന്നുള്ളത്? ബ്ലേഡിൽ നിന്ന് ഗോൾഡ് പണയം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലാഭത്തിച്ച് സംസാരിക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി NCPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് നാസർ ഖാനെ ക്ഷണിക്കുന്നു.